ഹായ് ഫ്രണ്ട്സ്, ലാലീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുന്നതിന് താല്പര്യം കാണിക്കും, അതേപോലെ ഹെയർ ഡാൻഡ്രഫ് കളയുന്നതിന് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കൈ. പലരും നോക്കും, ശ്രദ്ധിക്കും നമ്മുടെ കൈ എങ്ങനെ ഇരിക്കുന്നു, കാലെങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൈ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അറ്റ് പ്രസൻറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമേ നമ്മൾ നെയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് അസെറ്റോൺ. ചിലരൊക്കെ ആണെങ്കിൽ പെയിൻറ്റിൻ്റെ ക്ലീനറൊക്കെ ഉപയോഗിച്ച് നെയിൽ ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്ററാണ് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അസെറ്റോൺ. ഇത് ഉപയോഗിച്ച് നമ്മുടെ നെയിൽ പോളിഷ് ഫസ്റ്റ് ഓഫ് ഓൾ റിമൂവ് ചെയ്യണം. കുറച്ച് കോട്ടനകത്ത് തൂത്തെടുത്തു. ഞാൻ നെയിൽ അധികം വളർത്തിയിട്ടില്ല, കാരണം ഞാൻ ഗിറ്റാർ പഠിക്കുന്നതുകൊണ്ട് എൻ്റെ നെയിൽ വളർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. എനിക്ക് നെയിൽ അധികമില്ല, പക്ഷേ നെയിൽ നല്ല പോലെ നീട്ടി വളർത്തിയിരിക്കുന്നതൊക്കെ നല്ലതാണിത്. വൃത്തിയായിട്ടിത് നെയിൽ പോളിഷൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിടുവാൻ നല്ല കൈ നല്ല ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇതേപോലെ അഴുക്ക് കയറിയിരിക്കും. ഞാൻ സാധാരണ ചെയ്ത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ അഴുക്കിങ്ങനെ ഉള്ളത്. ഞാനൊരു നെയിൽ കാണിച്ചു. ഇതേപോലെ അഴുക്ക് ഓരോരുത്തരുടെ നെയിൽ കാണും. നെയിൽ പോളിഷ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് നെയിൽ കട്ടർ. ഇതാണ് നെയിൽ കട്ടർ. ഇതെനിക്ക് നെയിൽ കട്ടർ മാത്രമേ ഉള്ളൂ. പലരുടെയും വീടുകളിലുള്ള നെയിൽ കട്ടറിനകത്ത് ഇതിനകത്ത് തന്നെ കുറച്ച് ടൂൾസ് കാണും. നമുക്ക് അഴുക്കെടുക്കുന്നതും അത് പുഷ് ചെയ്യുന്നതും എല്ലാം ഇതിനകത്ത് കാണും. പക്ഷേ ഇത് സെപ്പറേറ്റഡ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ നെയിൽ കട്ടറായിട്ടാണ്. ഇത് ആദ്യം നമ്മൾ നെയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, കട്ട് ചെയ്യണം. ഇതേപോലെ കട്ട് ചെയ്താൽ എനിക്കിപ്പോൾ നെയിൽ കൂടുതലില്ല, പക്ഷേ നല്ല നീളമുള്ള നെയിലുകളാണെങ്കിൽ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. നെയിൽ കട്ട് ചെയ്തതിന് ശേഷം നെയിൽ നമ്മളിങ്ങനെ നെയിൽ കട്ടർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ എഡ്ജിലൊക്കെ ഇങ്ങനെ നമ്മുടെ തുണിയിലൊക്കെ ഇങ്ങനെ കുരുങ്ങും, ഇതേപോലെ കുരുങ്ങും. ഇത് മാറാൻ വേണ്ടിയാണ്, ഇതാണ് ഫയലർ എന്ന് പറയും. ഈ ഫയലർ ഉപയോഗിച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത നെയിൽ ഇങ്ങനെ രാവി കൊടുക്കണം. ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തു, പക്ഷേ ആ എഡ്ജ് നല്ല സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫയലർ വെച്ചിട്ട് ഇതുപോലെ ചെയ്യണം. നമ്മൾ നെയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ നെയിൽ നല്ലതുപോലെ ക്ലീൻ ആക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ക്രീം, ഇതിപ്പോൾ ഞാനൊരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു, ഈ ലോഷൻ്റെ ക്രീം സ്വല്പം കയ്യിലെടുത്ത് ഇത് ക്ലീൻ ചെയ്യാൻ നെയിലിൻ്റെ പുറത്ത് നമ്മൾ പുരട്ടി വെക്കണം. ഇതുപോലെ പുരട്ടി വെക്കുക. സ്വല്പ സമയം അത് വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ക്രീം പുരട്ടി വെച്ചു. ഇനി നമ്മൾ ഇതിന് മുകളിലുള്ള ഇതാണ് പുഷർ എന്ന് പറയും. കണ്ടോ, ഈ പുഷർ ഉപയോഗിച്ച് ഇവിടെ സ്കിൻ ഇങ്ങനെ കയറിയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നെയിലിൻ്റെ പുറത്തോട്ട് സ്കിൻ ഇങ്ങനെ കയറിയിരിക്കും. അതെല്ലാം നമ്മൾ പുഷ് ചെയ്യണം. ഇത് പുഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ നെയിലിൻ്റെ പുറത്തൂടെ ഇങ്ങനെ പുഷ് ചെയ്ത് സ്കിന്ന് പുറകിലോട്ട് ആക്കണം. നമ്മളിത് റൗണ്ടിൽ തന്നെയാണ് വരുന്നത്, അപ്പം നെയിലിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് പുഷ് ചെയ്ത് വെക്കും ആദ്യം. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടത് പോയിൻ്റർ പോകുന്നുണ്ട്. ഈ പോയിൻ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ നെയിലിൻ്റെ അടിയിൽ അഴുക്കിരിപ്പുണ്ട്, ഇതെടുക്കുന്നതിനാണ്. ഒരു കോട്ടനും കൊണ്ട് വെച്ച് അതുപോലെ പുഷർ ഉപയോഗിച്ച് വീണ്ടും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യും. നമ്മൾ ഡെഡ് സ്കിന്നെല്ലാം പുഷ് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് സൈഡ് കട്ടർ എന്ന് പറയും, സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ സൈഡിൽ കൂടെ ഇത് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സ്കിന്നും കൂടെ കയറിപ്പോവും. നമ്മൾ ഡെഡ് സ്കിൻസ് എല്ലാം അതിനകത്തുനിന്ന് എടുത്തു. ഇനി ഡെഡ് സ്കിൻ കട്ടർ ഉപയോഗിച്ച് നെയിലിലെ ഡെഡ് സ്കിൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് ഡെഡ് സ്കിൻ കട്ടറാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇതുപയോഗിച്ച് നമ്മുടെ സൈഡിലെല്ലാം നെയിലിൻ്റെ സൈഡ് വശത്തെല്ലാം ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന സ്കിന്നുകളുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇപ്പോഴേ സോഫ്റ്റ് ആവത്തുള്ളൂ. എൻ്റെ കയ്യിൽ അധികം ദിവസവും ആഴ്ച ചെയ്യുന്നതുകൊണ്ട് അധികം കട്ടിയുള്ള സ്കിന്നൊന്നും ഇല്ല, കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷേ ആ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർ ഒരുപാട് കാണും, സൈഡിലൊക്കെ ഉള്ള ആ ഹാർഡായിട്ടുള്ള സ്കിന്നെല്ലാം ഇതുകൊണ്ട് കട്ട് ചെയ്ത് കളയണം.
ഡെഡ് സ്കിന്നെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് നല്ലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മുടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ എല്ലാ പരുവരുപ്പൊക്കെ കാണും, അത് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്യുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്ക്രബ്ബറാണ് ഇത്. ഞാൻ ചെയ്തിരിക്കുന്ന അരിപ്പൊടിയും സ്വല്പം നാരങ്ങ നീരും ഇച്ചിരി തേനും കൂടെ മിക്സ് ചെയ്തൊരു മിശ്രിതമാണ്. ഇത് നല്ലൊരു സ്ക്രബ്ബറാണ്. ഇത് നമുക്ക് കൈക്ക് ഉപയോഗിക്കാം, കാലിന് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് നമ്മുടെ കൈ നല്ല വൃത്തിയായിട്ട് മസാജ് ചെയ്യണം. ഒരു 5 to 10 minutes മസാജ് ചെയ്ത് നല്ല സോഫ്റ്റ് ആവും. നമ്മൾ ഈ കട്ട് ചെയ്തപ്പോൾ അതെല്ലാം അവിടെ പോയിൻ്റ് പോലെയൊക്കെ ഉണ്ട്, അവിടെ ഇവിടെ ഇരിക്കും. അത് നല്ലതുപോലെ പോകാൻ വേണ്ടി ഒരു 5 to 10 minutesോളം നമ്മളിത് നല്ല വൃത്തിയായിട്ട് കയ്യിൽ നല്ലപോലെ ഉരച്ച് കഴുകണം. ഈ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ലൊരു സ്ക്രബ്ബറാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈക്ക് നല്ലൊരു നിറം തന്നെ കിട്ടും. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വാഷ് ചെയ്ത് ടവൽ വെച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഞാൻ ടവൽ വെച്ച് തുടച്ച് നല്ല ക്ലീനാക്കി എടുക്കണം. ഇനി അടുത്തത് ഉപയോഗിക്കുന്നത് ഒരു ബഫറാണ്. നെയിലിൻ്റെ മുകൾ ഭാഗത്ത് പരുവരുപ്പൊക്കെ കാണും, അത് നല്ല ക്ലീനാക്കി നല്ല പോളിഷ് പോലെ ആക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ ബഫർ. ബഫർ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ബഫർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോളിഷ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഡോറിലൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ നല്ല ഗ്ലേസിങ് പോലെ ആവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന് 4 പാർട്സ് ഉണ്ട്. 1 2 3 4 അങ്ങനെയുണ്ട്. ആദ്യം 1 നമ്പർ ഇട്ട് വേണം ആദ്യം നമ്മളിങ്ങനെ നെയിൽ ഉരയ്ക്കണം. നമ്പർ 1 ഇട്ടാണ് നമ്മളിപ്പോൾ ഉരച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉരച്ച് നല്ലപോലെ ഉരയ്ക്കുമ്പോൾ കാണാം, നമ്മൾ വെളുത്ത പൗഡർ പോലെ നെയിലിൻ്റെ പുറത്തുനിന്ന് നമുക്കിങ്ങനെ ഇളകി വരുന്നതായിട്ട് കാണാം. അതെന്ന് വെച്ചാൽ നമ്മുടെ നെയിലിൻ്റെ പുറത്ത് ചിലത്ത് ബ്ലാക്ക് കളറൊക്കെ കാണാം, അതിങ്ങനെ പൊടി പോലെ ഇളകി വരും ഫസ്റ്റ് ടൈം. അതിനുശേഷം നമ്മളതൊരു കോട്ടൺ വെച്ച് ആ പൊടി തൂത്ത് കളയണം. അതിനുശേഷം നമ്പർ 2, നമ്മുടെ ആ ബഫറിൻ്റെ നമ്പർ 2 ഇട്ട് വീണ്ടും നമ്മൾ അത് ഉരയ്ക്കണം. ഉരച്ച് വരുമ്പോൾ വീണ്ടും ഒരു ഗ്ലേസിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആ പരുവരുപ്പ് മാറി ഒരു സോഫ്റ്റൊക്കെ ആകാൻ തുടങ്ങും. അത് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പൊടി പോലെ ആ നെയിലിൻ്റെ പുറത്തുനിന്ന് നമുക്ക് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ചെയ്യുക. അതും നമ്മളൊരു കോട്ടൺ വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കണം. അതിനുശേഷം നമ്പർ 3 ഇട്ടിട്ട് വീണ്ടും നമ്മളത് ഉരയ്ക്കണം. ഉരയ്ക്കുമ്പോൾ സോഫ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. നല്ല നമുക്കതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം, നല്ല സോഫ്റ്റായിട്ടുള്ള സൗണ്ട്. ഇങ്ങനെ നല്ല കാണുമ്പോൾ തന്നെ അറിയാം. ലാസ്റ്റ് നമ്പർ 4 ഇതാണ് പോളിഷ് ചെയ്ത് നമ്മൾ ആ നെയിലിൻ്റെ പുറത്ത് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ്, നമ്മൾ ഡോറൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ നല്ല ക്ലിയർ ആയിരിക്കും അത് കാണാൻ, അത്ര ഭംഗിയായിരിക്കും. നെയിലെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇനി നല്ല ഒരു പോളിഷ് ഞാൻ ഇടാൻ പോവുകയാണ്. ആ പോളിഷ് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന പലർക്കും അറിയത്തില്ല. എങ്ങനെയാണ് ഒരു നെയിൽ പോളിഷ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്കത് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി 3 കളർ നമ്മൾ വാങ്ങിച്ചു വെക്കണം. ഒന്ന് ഒരു ഗോൾഡൻ കളർ പോളിഷ്, അല്ല ഒരു വൈറ്റ് കളർ, ഒരു ബ്ലാക്ക്. ഈ 3 കളർ ഉണ്ടെങ്കിൽ ഏത് പോളിഷിൻ്റെയും കൂടെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഡോട്ടറൊക്കെ ഞാൻ ഒരെണ്ണം ഒന്ന് ചെയ്ത് കാണിക്കാം. എൻ്റെ കയ്യിൽ ഒരു ഡാർക്ക് റോസ് കളർ ഒരു പോളിഷ് ഉണ്ട്, അത് ഞാൻ പുരട്ടി കാണിക്കാം. നെയിൽ പോളിഷ് പുരട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വേണം പുരട്ടാൻ. ഇത് ഉണങ്ങാനായിട്ട് ടൈം കൊടുക്കണം നമുക്ക്. എല്ലാ ഫിംഗേഴ്സിലും പോളിഷ് പുരട്ടി കഴിഞ്ഞു. ഇനി അതൊന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നെയിൽ ഉണങ്ങിയത് ഞാൻ ഇനി ഡിസൈൻ ചെയ്യാൻ പോവാണ്. അതിനുപയോഗിക്കുന്ന ടൂളാണിത്. ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ബോൾ പോലെ കാണും, ഇതേപോലെ. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടെയും വീടുകളിൽ കാണും സ്ലൈഡിൻ്റെ എൻഡിൽ ഇതേപോലെ ബോൾ പോലെ കാണും. അതുണ്ടെങ്കിൽ അതായാലും മതി. അതുപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യുന്നത് കണ്ടോണം. അത് ചെറിയ ഡോട്ട് മതിയെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇച്ചിരി വലിപ്പം കൂടണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ പ്രസ് ചെയ്യുമ്പോൾ വലുതും വീഴും. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. മുകളിൽ നിന്ന് വലുത് ഇട്ട് താഴോട്ട് ചെറുത് ചെയ്താൽ നല്ല രസമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ എല്ലാ നെയിലും നമ്മളിങ്ങനെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്ത് ഭംഗിയാക്കുക. ഈ കളറിന് പകരം ബ്ലാക്ക് വേണേൽ ചെയ്യാം, ഗോൾഡ് വേണേൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വൈറ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ വരച്ചും കൊടുക്കാം. ഇപ്പം ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് വരയും കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.